സോ ഡിയർ സ്റ്റുഡൻസ്, പാർട്ട് 1 നമ്മൾ 35 ക്വസ്റ്റ്യൻസും അതിന്റെ ഏകദേശം ഒരു 26ഓളം ക്വസ്റ്റ്യൻസ് ഈസി ആയിരുന്നു എന്നൊക്കെ നമ്മൾ പറഞ്ഞു. ഇനി നമ്മൾ സെക്കൻഡ് അടുത്ത 36 മുതൽക്കുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. 36 മുതൽക്ക് 70 വരെയുള്ള അടുത്ത സെറ്റ്. അതോടുകൂടെ ഹിസ്റ്ററിയുടെ ക്വസ്റ്റ്യൻസ് എല്ലാം കംപ്ലീറ്റ് ആകും. പിന്നെ ജനറൽ പേപ്പർ ആണ്. ടോട്ടലി നമുക്ക് ആ ഒരു ഡിസ്കഷൻ കഴിഞ്ഞിട്ട് മാത്രമേ നമ്മുടെ കട്ട് ഓഫ് എത്രമാത്രം വരുള്ളൂ, ഏകദേശം ഒരു ഐഡിയ പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ആ കാര്യം ഓർമ്മിച്ച് വെക്കുക. അല്ലാതെ നിങ്ങൾ ചുമ്മാ ഒരു ഗ്രൂപ്പിൽ കാണുന്ന പോള് പോയി ഇട്ടിട്ട് വെറുതെ പിങ് ചെയ്തിട്ട് കാര്യമൊന്നുമില്ല. ഇറ്റ്സ് നോട്ട് സച്ച് കൈൻഡ് ഓഫ് തിങ്. അങ്ങനെ സംഭവിക്കുന്നൊന്നും അല്ല എന്ന് മനസ്സിലാക്കിയിട്ട് നിങ്ങൾക്ക് ഏകദേശം എത്ര ശരിയാവുന്നുണ്ട് എന്നുള്ള കാര്യം നോക്കാം. എന്തായാലും ഞാൻ സ്ക്രീൻ ഷെയർ ചെയ്തിട്ട് ബാക്കിയുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് ഡിസ്കഷൻ ആരംഭിക്കാം കേട്ടോ. സ്ക്രീൻ ഷെയർ ചെയ്യുന്നുണ്ട്. ഹോപ്പ് ഇറ്റ് ഈസ് വിസിബിൾ. കാണാൻ പറ്റുന്നുണ്ടെന്ന് വിശ്വസിക്കുകയാണ്. ഓക്കെ, അപ്പോ 36ാമത്തെ ക്വസ്റ്റ്യൻ അല്ലെ, റിഗാർഡിംഗ് ദ നേച്ചർ ഓഫ് 1850s and revolt ആണ്. ലെറ്റ് മീ യൂസ് അനദർ കളർ. നോട്ട് കറക്റ്റ് റിഗാർഡിംഗ് ദ നേച്ചർ ഓഫ് 1850s and revolt ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്ത ടോപ്പിക്കാണ്. അതിൽ അറിഞ്ഞിരിക്കേണ്ട പോയിന്റ് എന്താണെന്ന് വെച്ചാൽ നോട്ട് കറക്റ്റാണ് ചോദിച്ചിരിക്കുന്നത്. ഉത്തരം വരുന്നത് സി ആണ്, ഓൺലി ഫോർ. അതായത് ജോൺ ലോറൻസ് പറഞ്ഞത് സിപ്പോയ് മുട്ടിനെയാണ്. ടൈലർ പറഞ്ഞിരിക്കുന്നത് കോൺസ്പിറൻസി ഓഫ് ഹിന്ദുസ് ആൻഡ് മുസ്ലിംസ് എന്ന രീതിയിലാണ്. ആർ സി മജുംദാർ പറഞ്ഞു നാഷണലും അല്ല ഇൻഡിപെൻഡന്റ് മൂവ്മെന്റും അല്ല എന്ന് പറഞ്ഞു. ഔട്ട്റാം പറഞ്ഞിരിക്കുന്നത് ഇസ് എ മുഹമ്മദൻ കോൺസ്പിറസി എന്ന രീതിയിലാണ് കേട്ടോ. അപ്പൊ ഇത് നമ്മൾ ക്ലാസ് റൂമിൽ സിമ്പിൾ ആയിട്ട് ഡിസ്കസ് ചെയ്ത ടോപ്പിക് തന്നെ ആയിരുന്നു. സിമ്പിൾ ക്വസ്റ്റ്യൻ ആയിട്ടാണ് ഇത് പരിഗണിക്കുള്ളൂ, കാരണം ക്ലാസ് റൂമിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട് എന്നുള്ളതുകൊണ്ടാണ്. ഇത് ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. ദെൻ ഇത് വളരെ സിമ്പിൾ ആയിട്ടുള്ള കോൺസ്റ്റിറ്റ്യൂഷണൽ ഡെവലപ്മെന്റൽ ഹിസ്റ്ററി ആണ്. സിമ്പിൾ ആണ്. റെഗുലേറ്റിംഗ് ആക്ട് ഫിറ്റ്സ് ഇൻ ദി ആക്ട് 1909 1919. 1919 ഡയർക്കി ഫോം ചെയ്യുന്നത്. 1909 കമ്മ്യൂണൽ ഇലക്ടറേറ്റ് വരുന്നത്. ഓക്കെ, അപ്പോൾ C4D2 രണ്ടിലുണ്ട്. C4D2 രണ്ടിലും വരുന്നുണ്ട്. പിന്നെ റെഗുലേറ്റിംഗ് ആക്ടിൽ ഒരു കാര്യം പറയുന്നുണ്ട്. ദാറ്റ് ഈസ് ദ ഗവർണർ ഓഫ് ബോംബെ ആൻഡ് ഗവർണർ ഓഫ് മദ്രാസ് വേർ സബോർഡിനേറ്റ് ഓഫ് ഗവർണർ ജനറൽ ഓഫ് ബംഗാൾ ആയിട്ട് മാറി എന്ന് പറയുന്നതാണ്. സോ A3 ആണ് വരുന്നത്. സോ ആൻസർ വിൽ ബി ഓപ്ഷൻ ഡി. ഫിറ്റ്സ് ഇൻ ദി ആക്ടിന്റെ അടിസ്ഥാനത്തിൽ മെമ്പേഴ്സ് എന്ത് ചെയ്തു, 4 നിന്നും 3 കുറക്കുന്നുണ്ട് എന്നുള്ളത്. ഇതാണ് ഒരു ടോപ്പിക്ക്. അപ്പൊ ഇതും ഈസി ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, ഞാനിവിടെ ഈസി ക്വസ്റ്റ്യൻസിന് എഴുതി വെക്കണം, നമുക്ക് ലാസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി. ഈസി ക്വസ്റ്റ്യൻ ആട്ടോ അതൊക്കെ കാറ്റഗറി വരുന്നത്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ ആണ്. ഇതും ഇൻകറക്റ്റ് റിഗാർഡിംഗ് ദ പാർട്ടീഷൻ ആണ് ചോദിച്ചിരിക്കുന്നത്. ലെറ്റ് മീ റീഡ് സച്ച് കൈൻഡ് ഓഫ് സ്റ്റേറ്റ്മെന്റ്. ക്വസ്റ്റ്യൻസ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ദ ബ്രിട്ടീഷ് ഗവൺമെന്റ് പ്ലേഡ് എ ന്യൂട്രൽ റോൾ ഇൻ ദ ഡിസ്കഷൻ ലീഡിംഗ് അപ് ടു ദ പാർട്ടീഷൻ. ബ്രിട്ടീഷുകാർ ന്യൂട്രൽ ആയിരുന്നോ? വയലൻസ് ഡ്യൂറിംഗ് പാർട്ടീഷൻ ഹാഡ് എ ലാസ്റ്റിംഗ് ഇമ്പാക്ട് ഓൺ കമ്മ്യൂണൽ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഇന്ത്യ ആൻഡ് പാകിസ്ഥാൻ. നൗ ഓൾസോ Mountbatten outlined the process of creation of 2 independent dominions, India and Pakistan. Partition disrupted trade and economy. ഇത് ജനറൽ സ്റ്റേറ്റ്മെന്റ് അല്ലേ? ശരിയാണ്. ഇത് സംഭവിച്ചൊരു കാര്യമാണ്. ഇതും ശരിയാണ്. ഉത്തരം ഇൻകറക്റ്റ് ഇതാണ്. ബ്രിട്ടീഷുകാർ ന്യൂട്രൽ ആയിരുന്നു? നെവർ. അവരാണ് ഡിവൈഡ് ആൻഡ് റൂൾ പോളിസിയും കാര്യങ്ങളൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് ന്യൂട്രൽ അല്ല. ആൻസർ വരുന്നത് എ ആണ്. ഇതും ഈസി കാറ്റഗറി ഉൾപ്പെടുത്തിക്കോ. കാരണം അത് ഇന്ത്യൻ ചരിത്രവും ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് മൂവ്മെന്റും ചിന്തിക്കാൻ പറ്റുന്നവർക്ക് ആൻസർ ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻ. അപ്പൊ നിങ്ങൾക്ക് തെറ്റിയിട്ടുണ്ടെങ്കിൽ ടെൻഷൻ അടിക്കുന്നു വേണ്ട. പരീക്ഷ ഹാളിന്റെ ആ ഒരു സിറ്റുവേഷനിൽ മൊമെന്റേറിയസ് അല്ലെങ്കിൽ സിറ്റുവേഷണൽ ആയിട്ടുള്ള ഒരു പ്രഷറിലൊക്കെ നമ്മൾ ചിലപ്പോൾ വിട്ടുപോകുന്ന ചില ക്വസ്റ്റ്യൻസിൽ ഒന്നാണ്. അങ്ങനെ കണ്ടാൽ മതി കേട്ടോ. ദെൻ ഇതും സിമ്പിൾ ക്വസ്റ്റ്യൻ അല്ലേ? നിങ്ങൾ ആലോചിക്കുക. ലോർഡ് കോൺവാലിസിന്റെ സമയത്താണ് പെർമനന്റ് സെറ്റിൽമെന്റ് വന്നത്. A1 ആണ്. തോമസ് മൺട്രോ റയറ്റ്വാരിയാണ്. ഓൾട്ട് മെക്കൻസി വരുന്നത് മഹൽവാരിയാണ്. ഇപ്പൊ തന്നെ കിട്ടി. സ്ട്രാച്ചി ഫോറസ്റ്റ് കൺസർവേഷൻ ആണ്. അപ്പോൾ A വരുന്നത് 1, B വരുന്നത് 3, A1 B3, C വരുന്നത് 4. ഉത്തരം B ആ വരുന്നത് കേട്ടോ. അപ്പൊ അങ്ങനെ നോക്കുക. അത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഇതും ഈസി കാറ്റഗറി വരുന്നതാണ്. അടുത്ത ക്വസ്റ്റ്യന് ടഫ് ആണെന്ന് നമുക്ക് തോന്നുമെങ്കിലും ജ്ഞാനേന്ദ്ര പാണ്ഡ്യയെ നമ്മൾ സബാൾട്ടൻ ഹിസ്റ്ററി ആയിട്ട് ഡിസ്കസ് ചെയ്താണ് അദ്ദേഹത്തിന്റെ ബുക്കുകൾ പഠിച്ചു വെക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മൾ PYQ ക്വസ്റ്റ്യൻ ഡിസ്കഷനിൽ നമ്മളിത് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ടോപ്പിക്കിന്റെ ഓർമ്മ ശരിയാണെങ്കിൽ. അപ്പൊ അത് 4 ആണെന്ന് പഠിച്ചു കഴിഞ്ഞാൽ, B4 ആണെന്ന് പഠിച്ചു കഴിഞ്ഞാൽ ഒരൊറ്റ ഉത്തരവേ വരുന്നുള്ളൂ. ഇത് വിത്ത് വൺ പെർട്ടിക്കുലർ ഇൻഫർമേഷൻ യു വിൽ ബി ഏബിൾ ടു ആൻസർ. ഇതിനുകൊണ്ട് ഞാൻ അന്ന് ഹിസ്റ്റോറിയോഗ്രാഫിയുടെ സെഷൻസ് ഓരോന്ന് എടുത്തപ്പോഴും പറഞ്ഞിട്ടുണ്ടായിരുന്നു, ബുക്കുകളും ഓതറും പഠിച്ചു വെക്കണം, പരീക്ഷയ്ക്ക് ഇമ്പോർട്ടൻ്റ് ആണ്, പഠിച്ചു വെക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ പഠിച്ചു വെച്ചിരുന്നെങ്കിൽ നിങ്ങൾക്ക് ഒരൊറ്റ പോയിന്റ് കൊണ്ട് ആൻസർ ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻ ആയിരുന്നു. ഓക്കെ, അതുകൊണ്ട് വേണമെങ്കിൽ ഈസി ഇടാം. പക്ഷെ ഞാൻ അത് മീഡിയം കാറ്റഗറി ഇടുന്നത് കേട്ടോ. ഈസി ആണ്, പക്ഷെ മീഡിയം കാറ്റഗറി ആണ്. ഇനി അടുത്തത് ഒരു ടഫ് ക്വസ്റ്റ്യൻ ആണ്. ബട്ട് ലിറ്ററേച്ചർ നമ്മൾ പഠിപ്പിച്ചതാണ്. ദ ഏർലി മിഡീവൽ ഇൻ സൗത്ത് ഇന്ത്യ എന്ന് പറയുന്ന പുസ്തകത്തിലൂടെ അറൈവൽ ഓഫ് ബ്രാഹ്മിൻസ് ഇൻ കേരള ദാറ്റ് ലെഡ് ടു എസ്റ്റാബ്ലിഷ്മെന്റ് ഓഫ് ടെമ്പിൾസ് ആൻഡ് ഫ്യൂഡലിസം വന്നു എന്ന് പറഞ്ഞത് ആരാണ്? അപ്പൊ ഈ പുസ്തകം ആരാണ് ഓതർ ചെയ്ത് നോക്കിയാൽ മതി. നിങ്ങൾക്ക് ഈ തീം അറിയില്ല എങ്കിൽ പോലും നമ്മൾ കേരളത്തിലെ കുറെ പ്രധാനപ്പെട്ട ആൾക്കാരുടെ പുസ്തകങ്ങളും ലിസ്റ്റും തന്നിട്ടുണ്ടായിരുന്നു. ഉത്തരം വരുന്നത് കേശവൻ വെളുത്തട്ടാണ്. C ആണ് ഉത്തരം വരുന്നത്.
ഞാൻ ടഫ് ഇടാൻ കാരണം ഇത് അത്ര നോർമലായിട്ട് കിട്ടുന്നതല്ല, പക്ഷേ ഈ പുസ്തകം എഴുതിയിരിക്കുന്ന ഇദ്ദേഹമാണെന്നുള്ള രീതിയിൽ പഠിച്ചാലും ഉത്തരം കിട്ടും. അടുത്ത ക്വസ്റ്റ്യൻ വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. കേരള ഹിസ്റ്ററിയിൽ നമ്മൾ മിഡിവിൽ കേരള പഠിക്കുമ്പോൾ ആദ്യത്തെ ടോപ്പിക്കിൽ കുലശേഖരന്മാരെ പഠിക്കുന്ന സമയത്തുള്ളതാണ് കൊടുങ്ങല്ലൂരിലെ ആസ്ട്രോണമിക്കൽ ഒബ്സർവേറ്ററി എന്നുള്ളത്. അത് ശങ്കരനാരായണീയ എന്ന് പറയുന്ന ഗ്രന്ഥത്തിലാണ് കാണപ്പെടുന്നത്. ശങ്കരനാരായണന്റെ ഈസി ക്വസ്റ്റ്യൻ ആണ്. താണു രവിവർമ്മയുടെ. ഓക്കെ. 43ാമത്തെ ഇമ്പാക്ട് ഓഫ് ചൈനീസ് ട്രേഡ് ഇൻ കേരള ഏത് ആർക്കിടെക്ചർ സ്റ്റൈല? മട്ടാഞ്ചേരി ആരുണ്ടാക്കി, പത്മനാഭസ്വാമി ടെമ്പിൾ ആരുണ്ടാക്കി, ബോൾഗാട്ടി ആരുണ്ടാക്കി എന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇതൊക്കെ നിങ്ങൾക്ക് എലിമിനേറ്റ് ചെയ്യാൻ പറ്റുന്ന ഓപ്ഷൻ ആണ്. ആൻഡ് ഫൈനലി ആൻസർ വിൽ ബി ദ പരദേശി സിനഗോഗ് എന്നുള്ളതാണ്. ഓപ്ഷൻ എ വിൽ ബി ദ ആൻസർ. എലിമിനേഷൻ ആണ് സിംപ്ലി. ഇതും ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. പിന്നെ ഇൻ വിച്ച് സെഞ്ചുറി ഡിഡ് സുലൈമാൻ വിസിറ്റ് കേരള? 9ാം നൂറ്റാണ്ടിലാണ്. ഇതൊക്കെ ക്ലാസ് റൂം ഡിസ്കസ് ചെയ്ത പോയിന്റാ. ഈസി ക്വസ്റ്റ്യൻ ആണ്. പിന്നെ പ്രോമിനന്റ് വർക്ക് ഇൻ മണിപ്രാവളം. മണിപ്രാവളത്തിന്റെ പ്രോമിനന്റ് വർക്ക് ഏതാണ്? ഇതിന് എളുപ്പം എന്താ വഴി? എന്താ? എലിമിനേറ്റ് ചെയ്യുക എന്നുള്ളത് തന്നെയാണ്. നമ്മൾ 43ാമത്തെ ക്വസ്റ്റ്യൻസ് എലിമിനേറ്റ് ചെയ്തതുപോലെ തന്നെ ഇത് എലിമിനേറ്റ് ചെയ്യാം. പുറനാനൂറ് എന്താ? സംഘമാണ്. രാമായണം, മേഘദൂതം ഒഴിവാക്കിയിട്ട് എന്ത് ചെയ്യുക? വൈസിക തന്ത്രം എന്നുള്ളത് ആൻസർ കൊടുക്കുക. 45C. ഇതും ഈസി ക്വസ്റ്റ്യൻ ആണ്. അടുത്തതും ഈസി ക്വസ്റ്റ്യൻ ആണ്. ഭക്തി ലിറ്ററേച്ചറിന്റെ തീം അല്ലാത്തത് ഏത് എന്ന് പറയുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് ചോദിച്ചിരിക്കുന്നത്. അതിൽ ഡിവോഷൻ ടു ഗോഡ് ഭക്തിയാണ്. പേഴ്സണൽ എക്സ്പീരിയൻസ് ഡിവൈൻ ലവ് ഭക്തിയാണ്. മിസ്റ്റിക്കൽ ഭക്തിയാണ്. പൊളിറ്റിക്കൽ കാര്യങ്ങൾ പറയുന്നുണ്ടോ? ഇല്ല. അപ്പൊ എന്താണ്? സി ആണ് ഉത്തരം. ഇതും ഈസി ക്വസ്റ്റ്യൻ ആണ്. വിച്ച് സ്വരൂപം പ്ലേഡ് എ പൈവറ്റൽ റോൾ ഇൻ 17th century മലബാർ റീജിയൻ? കാഞ്ഞിരത്തുണ്ട്, കോലത്തിരുണ്ട്, അറക്കലുണ്ട്, ചേരയുണ്ട്. ചേരല്ലല്ലോ, ഡെഫിനറ്റ്ലി അല്ല. അറക്കൽ സ്വരൂപമാണോ? സ്വരൂപമല്ല. അതുകൊണ്ട് ഉത്തരം എന്താണ്? കോലത്തിരി ആയിരിക്കും വരിക. 47ഉം ഈസിയാണ്. സാറൊക്കെ ഈസി ആയിട്ടാണോ ഡിസ്കസ് ചെയ്യുന്നതെന്ന് വിചാരിക്കേണ്ട. ഈസി ആയതുകൊണ്ടാണ്. അത്യാവശ്യം വൃത്തിക്ക് ചരിത്രം കാര്യങ്ങളൊക്കെ ഏകദേശം പഠിച്ചിട്ടുണ്ടെങ്കിൽ ആൻസർ ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് മാത്രമായിരുന്നു ഡിസ്കഷനിൽ ഉണ്ടായിരുന്നത്, അല്ലെങ്കിൽ ഉണ്ടായിരുന്ന കാര്യങ്ങൾ. ഇപ്പൊ തന്നെ നമ്മൾ എത്ര ഡിസ്കസ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ഏകദേശം ഐഡിയ ഉണ്ടാവും. നമുക്ക് എന്തായാലും 70 ആയിട്ട് നമുക്ക് കഴിഞ്ഞ ക്ലാസ്സിൽ റൗണ്ട് അപ്പ് ചെയ്ത പോലെ റൗണ്ട് അപ്പ് ചെയ്യാം. ഇത് കുറച്ച് ടഫ് ക്വസ്റ്റ്യൻ ആണ്. കാരണം ഈ ട്രാവലർ നമ്മൾ അത്ര ഡീറ്റെയിൽഡ് പഠിക്കുന്ന ഒന്നല്ല. അറൈവൽ ഓഫ് വിച്ച് അറബ് ട്രാവലർ ഇൻ കേരളം 10th century? 10ാം നൂറ്റാണ്ടിൽ വന്നിട്ടുണ്ടായിരുന്ന ആരാണ്? ഇബിൻ ബത്തൂത്ത അല്ല. കാരണം ഇബിൻ ബത്തൂത്ത 14ാം നൂറ്റാണ്ടാണ്. ഇബിൻ മാജി 15ാം നൂറ്റാണ്ടാണ്. ഇതിൽ ഉത്തരം വരുന്നത് അൽ മുഖദ്ദസി എന്ന് പറയുന്ന ആളാണ് ഉത്തരം വരുന്നത്. ബി. കേട്ടോ, ഇത് ടഫ് ക്വസ്റ്റ്യൻ ആണ്. അടുത്ത ക്വസ്റ്റ്യൻ കേണൽ ജോൺ മൺറോയെ കുറിച്ചാണ് പറയുന്നത്. അദ്ദേഹം ട്രാവൻകൂറിന്റെ ദിവാനായിരുന്നു, കൊച്ചിയിലും ദിവാനായിരുന്നു. അദ്ദേഹത്തിന്റെ റോൾ എന്താണെന്നാ ചോദിച്ചിരിക്കുന്നത്. പീരിയഡും റോളും ഏറ്റവും ബെറ്റർ എന്താണ്? 1800 മുതൽ 1819 വരെ. ഓപ്ഷൻ ബി ആണ് ശരിയായ ഉത്തരം. അഡ്മിനിസ്ട്രേറ്റീവ് ആൻഡ് ജുഡീഷ്യൽ റിഫോംസ് കൊണ്ടുവന്ന വ്യക്തിയാണ്. ഇതൊരു ഈസി ക്വസ്റ്റ്യൻ ആണ്. കാരണം നമുക്ക് സെപ്പറേറ്റ് ക്ലാസ്സുകൾ സ്പെഷ്യൽ ടോപ്പിക്കായിട്ട് നമ്മൾ ജോൺ മൺറോയും പിന്നെ വില്യം ലോഗനൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട് പരീക്ഷയ്ക്ക് സിലബസിൽ ആസ് സച്ച് ഉള്ളത് കൊണ്ട്. അതുകൊണ്ട് ഈസി ക്വസ്റ്റ്യൻ ആയിരുന്നു. എന്നാൽ പഠിക്കാത്ത മറ്റൊരു ബുക്കാണ് ഗാർസിയ ഡി ഓർത്ത എന്ന് പറയുന്ന ഒരു ടഫ് ക്വസ്റ്റ്യൻ. അദ്ദേഹത്തിന്റെ വർക്കാണ് കൊളോക്കിയസ് ഓൺ ദ സിംബിൾസ് ആൻഡ് ഡ്രഗ്സ് ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന ഒരു പോർച്ചുഗീസ് വർക്ക്. 50ന്റെ ഉത്തരം സി ആണ് വരുന്നത്. ഇത് ടഫ് ക്വസ്റ്റ്യൻ ആയിരുന്നു. ഞാൻ എൻ്റെ പെർസ്പെക്റ്റീവിലുള്ള കുറച്ച് കാര്യങ്ങളാട്ടോ പറയുന്നത്. ബേസ്ഡ് ഓൺ വാട്ട് വി ടോട്ട് ഇൻ ദ ക്ലാസ് റൂം. നമ്മൾ ക്ലാസ്സിൽ പഠിപ്പിച്ചതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളിൽ നിങ്ങൾക്ക് ചെയ്യാൻ ഈസിലി പറ്റുന്നതിനൊക്കെ ഞാൻ ഈസി കാറ്റഗറി ഇട്ടു. കുറച്ച് കൺഫ്യൂഷൻ ഉള്ളതിന് മീഡിയം ഇട്ടു. നമ്മൾ പഠിപ്പിക്കാത്ത ടൈപ്പ് ഉള്ളതിനാണ് ഞാൻ ടഫ് നടുന്നത്. ഡെഫിനറ്റ്ലി നമ്മൾ ചിലപ്പം ഔട്ട് ഓഫ് ടോപ്പിക്കോ അല്ലെങ്കിൽ ഇൻഡെപ്തിൽ ചോദിക്കുമ്പോൾ ചിലപ്പോൾ നമുക്ക് കവർ ചെയ്യാൻ പറ്റിക്കോണമെന്ന് നിർബന്ധമൊന്നുമില്ല ആ ഒരു സാഹചര്യത്തിൽ. 51ാമത്തെ ക്വസ്റ്റ്യൻ വളരെ ഈസിയാണ്. വാട്ട് വാസ് ദ റോൾ ഓഫ് കോട്ടയം രാജ ഡ്യൂറിംഗ് ടിപ്പു സുൽത്താൻ ഇൻവേഷൻ ഓഫ് കേരള? കോട്ടയം രാജ ആരാണ്? പഴശ്ശിരാജയാണ്. ഉത്തരം എന്താണ്? ഹി വാസ് എ കീ അഡ്വേഴ്സറി ഹു റെസിസ്റ്റഡ് ടിപ്പു സുൽത്താൻസ് അഡ്വാൻസസ്. ഇതാണ് ഉത്തരം. ന്യൂട്രൽ അല്ല, ടിപ്പുവിന്റെ അലയല്ല, മീഡിയേറ്റർ അല്ല, മറിച്ച് ടിപ്പുവിനെ എതിർത്ത വ്യക്തിയായിരുന്നു ആര്? പഴശ്ശിരാജ ഉണ്ടായിരുന്നത്. ഈസി ക്വസ്റ്റ്യൻ ആണ്. നമ്മൾ ക്ലാസ് റൂമിൽ കഥ പോലെ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അല്ലെങ്കിൽ നിങ്ങൾ പഴശ്ശിരാജ സിനിമ കണ്ടാൽ ഉത്തരം എഴുതാൻ പറ്റുന്ന ഒന്നായിരുന്നു. അടുത്തതും ഒരു ഈസി ക്വസ്റ്റ്യൻ ആണ്. എന്താണ്? വിച്ച് ഹിസ്റ്റോറിക്കൽ ഡോക്യുമെന്റ് പ്രൊവൈഡ്സ് എ ഡീറ്റെയിൽഡ് അക്കൗണ്ട് ഓഫ് ടിപ്പു സുൽത്താൻ ഇൻവേഷൻ ആൻഡ് സബ്സിക്വന്റ് റെസിസ്റ്റൻസ് ബൈ ദ ലോക്കൽ പോപ്പുലേഷൻ ഓഫ് കേരള? കേരളത്തിന്റെ ലോക്കൽസിന്റെ റെസിസ്റ്റൻസ് ഉണ്ടായിരുന്ന ഏതാണ്? മാർക്കോ പോളോയുടെ ട്രാവൽസിലാണോ? ടിപ്പുവിന്റെ മുമ്പ് വന്ന ആളാണ്? ഇതിലല്ല. തൂഫത്തുൽ മുജാഹിദിനാണ്? ടിപ്പുവിന്റെ മുമ്പിലാണ്? ഇതിലല്ല. പിന്നെ മൈസൂർ ഗസറ്റ് ഇടാൻ ചാൻസ് ഉണ്ട്, മലബാർ മാനുവൽ ചാൻസ് ഉണ്ട്. മലബാറിന്റെ വിഷയമായതുകൊണ്ട് ദാറ്റ് ഈസ് മോർ റിഫ്ലക്റ്റഡ് ഇൻ വിച്ച് വൺ? മലബാർ മാനുവലാണ് ശരിയായിട്ടുള്ള ഉത്തരം വരിക, മൈസൂർ ഗസറ്റീറിലല്ല. അത് പിന്നീട് ലെവൈസ് എന്ന് പറയുന്ന ഒരാൾ 20ാം നൂറ്റാണ്ടിൽ എങ്ങാനാണ് അത് എഴുതിയിട്ടുള്ളത്. ഓക്കെ, ഉത്തരം എ ആണ് വരിക. അതുകൊണ്ട് ഈസി ക്വസ്റ്റ്യൻ ആണ്. ബിക്കോസ് കേരളത്തിന്റെ പോപ്പുലേഷൻ റെസിസ്റ്റ് ചെയ്തതിനെ കുറിച്ചാണ് കൂടുതൽ പറയുന്നത്. അതുകൊണ്ട് ഇത് ഈസി ക്വസ്റ്റ്യൻ ആണ്. 53ാമത്തെ ക്വസ്റ്റ്യൻ നമ്മൾ ഡിസ്കസ് ചെയ്താണ് പോർച്ചുഗീസിന്റെ കോൺട്രിബ്യൂഷൻ അടിസ്ഥാനത്തിൽ സിറിയൻ ക്രിസ്ത്യൻസിന്റെ മുകളിൽ ഒരു ലാറ്റിൻ ക്രിസ്ത്യാനിറ്റിയുടെ ഇമ്പോസിഷൻ നടത്തുന്നുണ്ട് ത്രൂ 1599 ഉദയംപേരൂർ സുന്നഹദോസിലൂടെ, സിനോദ് ഓഫ് ഡയംബറിലൂടെ. അതിന്റെ ഇമ്പാക്ട് വെച്ചിട്ടുള്ള ഒരു ചോദ്യമാണ് ചോദിച്ചിരിക്കുന്നത്.
അതിൽ ഈ 4 ഓപ്ഷൻസ് ഉണ്ട്. ഇത് കൺഫ്യൂഷൻ ആവുമെങ്കിലും ഇതിൽ ഏറ്റവും സൂട്ടബിൾ ആയിട്ട് വരുന്നത് അല്ലെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഇറ്റ് മാൻഡേറ്റഡ് ദ എക്സ്ക്ലൂസീവ് യൂസ് ഓഫ് ലാറ്റിൻ ഫോർ ഓൾ റിലീജിയസ് സർവീസസ് എന്ന് പറയുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്. ഓപ്ഷൻ എ ആണ് ശരിയായിട്ട് വരുന്നത്. ബാക്കിയുള്ളത് നമുക്ക് സിമിലർലി തോന്നുമെങ്കിലും ഇതിൽ കറക്റ്റ് ആയിട്ട് ഉണ്ടായിരുന്നത് അല്ലെങ്കിൽ സിനോഡ് ഓഫ് ഡയംബറിലൂടെ കൃത്യമായിട്ട് വന്നിട്ടുണ്ടായിരുന്ന കാര്യം എന്താണ്? എക്സ്ക്ലൂസീവ് യൂസ് ഓഫ് ലാറ്റിൻ ഫോർ ഓൾ റിലീജിയസ് സർവീസിന് നിർബന്ധമാക്കി എന്ന് പറയുന്ന ഒരു കാര്യമായിരുന്നു കേട്ടോ. അപ്പൊ ആ രീതിയിൽ ഈ ഒരു കാറ്റഗറി ഓഫ് ക്വസ്റ്റ്യൻ അറിഞ്ഞിരിക്കുക. അതുകൊണ്ട് ഞാൻ മീഡിയ ഇടാണ്. ബിക്കോസ് അതർ സ്റ്റേറ്റ്മെന്റ്സ് വായിക്കുമ്പോൾ കൺഫ്യൂഷൻ ഉണ്ടാകുന്നതുകൊണ്ട് നമ്മൾ പഠിപ്പിക്കാത്ത ടോപ്പിക് അല്ല കേട്ടോ. നമ്മൾ ഓൾറെഡി പഠിപ്പിച്ച ടോപ്പിക്കാണ്. അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യുന്നു, മീഡിയം കാറ്റഗറിയിലാണ് ഇടുന്നത്. ഇനി വിച്ച് സോഷ്യൽ റിഫോമർ, എളുപ്പമാണ്. ആൻഡ് പോയറ്റ് ഹൂ റോട്ട് ദ വർക്ക് ജാതിക്കുമ്മി, ആരാണ്? പണ്ഡിത് കറുപ്പൻ അല്ലേ? വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ചോദ്യമാണ് ഉണ്ടായിരുന്നത്. വളരെ ഈസി ക്വസ്റ്റ്യൻ ആണ്. നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. തെളിവിന് വേണമെങ്കിൽ ആ യൂട്യൂബിലുള്ള വീഡിയോസ് എടുത്ത് നോക്കിയാൽ മതി. 2 വീഡിയോ നമ്മൾ ക്വസ്റ്റ്യൻ ഡിസ്കഷൻ ഒക്കെ നടത്തിയിട്ടുണ്ടായിരുന്നു. അതിലൊക്കെ കയറി വരുന്നുണ്ട്. നമ്മൾ 24 സോഷ്യൽ റിഫോമേഴ്സിന് ടോട്ടൽ ഡിസ്കസ് ചെയ്തപ്പോൾ പണ്ഡിത് കറുപ്പൻ അവിടെ ഉണ്ടായിരുന്നു. ഇനി ശ്രീനാരായണ ഗുരുവിന്റെ ലിറ്ററി വർക്ക് വെച്ചിട്ടുള്ള ചോദ്യമാണ് ചോദിക്കുന്നത്. റിഗാർഡിംഗ് സാൻസ്ക്രിറ്റ് പോയം ദാറ്റ് എംഫസിസ് യൂണിറ്റി ഓഫ് മാൻ കൈൻഡ്. അത് വരുന്നതാണ് ദൈവ ദശകം എന്ന് പറയുന്ന ഈ ഒരു വർക്കിലാണ് വരുന്നത് കേട്ടോ. ഓക്കെ, അത് നോർമലി നമുക്ക് എവിടെയും കാണാൻ പറ്റത്തില്ല. പക്ഷെ ദൈവദശകം എന്ന് പറയുന്ന വർക്കിനെ കുറച്ചുകൂടെ അദ്ദേഹത്തിന്റെ നമ്മളുടെ വെൽഫെയർ ഫോർ ഹ്യൂമാനിറ്റി എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ദൈവദശകത്തിൽ അത് കയറി വരുന്നത്. ഉത്തരം ബി ആണ് വരുന്നത്. ഞാൻ ഇതിന് മീഡിയം ടൈപ്പ് ഇടുകയാണ് കേട്ടോ. കാരണം ലിറ്ററേച്ചർ ബേസ് ആയിട്ടുള്ള കുറച്ച് കൺഫ്യൂഷൻസ് മേ ബി അവിടെ ക്രിയേറ്റ് ചെയ്തേക്കാം. അടുത്തൊരു ചോദ്യം 56ാമത്തെ ക്വസ്റ്റ്യൻ. ഇത് വായിച്ചു നോക്ക് കൃത്യമായിട്ട്. ഹു വാസ് ദ കീ ഫിഗർ ലീഡിങ് ദ മഞ്ചേരി കോൺഫറൻസ്? പീരിയഡ് പറഞ്ഞിട്ടില്ല. ആൻഡ് വാട്ട് വാസ് ഹിസ് റോൾ ഇൻ ദ സോഷ്യോ പൊളിറ്റിക്കൽ ലാൻഡ്സ്കേപ്പ് ഓഫ് കേരള? ഇത് 2 സബ് പാർട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഇത് എന്തായാലും PSC എവിടുന്നോ കോപ്പി പേസ്റ്റ് ചെയ്തതാണ്. ഞാൻ അങ്ങനെ തന്നെ പറയുന്നു. PSC എവിടുന്നോ കോപ്പി പേസ്റ്റ് ചെയ്തിരിക്കുന്ന ഒരു പെർട്ടിക്കുലർ ക്വസ്റ്റ്യൻ ആണ് ക്വസ്റ്റ്യൻ നമ്പർ 56 എന്ന് പറയുന്നത്. അതുകൊണ്ട് നിങ്ങൾക്ക് ആർക്കെങ്കിലും താല്പര്യം ഗോ ആൻഡ് ചലഞ്ച് ദിസ് ക്വസ്റ്റ്യൻ. ഇതിന്റെ ആൻസർ ഞാൻ ഡിസ്കസ് ചെയ്യുന്നില്ല. ഇത് ചലഞ്ച് ചെയ്യും. കാരണം എന്താ വെച്ചാൽ ആ ക്വസ്റ്റ്യൻ പരിപൂർണ്ണമല്ല എന്നുള്ളിടത്താണ് എനിക്ക് ഇതിനെക്കുറിച്ച് പറയാനുള്ളത്. നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് എന്തെങ്കിലും അഭിപ്രായം ഉണ്ടെങ്കിൽ 56 നമ്പർ ഇട്ടിട്ട് നിങ്ങൾ കമന്റ് ചെയ്യും. ഇതിനെക്കുറിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും കൃത്യമായിട്ട് അഭിപ്രായം പറയാനുണ്ടെങ്കിൽ. PSC ചില സ്ഥലത്ത് ഉടായ്പ കാണിക്കുന്നുണ്ട്. ഞാൻ വേറൊരു ക്വസ്റ്റ്യൻ കൂടെ കാണിച്ചു തരാം ഇന്നത്തെ ഡിസ്കഷനിൽ. അടുത്ത ചോദ്യം. ഹു വാസ് ദ മഹാരാജ ഓഫ് ട്രാവൻകൂർ ഡ്യൂറിംഗ് ടെമ്പിൾ പ്രൊക്ലമേഷൻ 1936 ആരായിരുന്നു? ശ്രീ ചിത്തിരുനാൾ ബാലരാമവർമ്മ. ഓപ്ഷൻ എ. വളരെ ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. നമ്മൾ അതിന്റെ കഥ വരെ പറഞ്ഞിട്ടുണ്ട്. രാജാവിന്റെ ബർത്ത്ഡേന്റെ അന്ന് ശ്രീ നമ്മുടെ ദിവാനായിട്ടുണ്ടായിരുന്ന സർ CP വന്നിട്ട് ഗിഫ്റ്റ് ആയിട്ട് കൊടുക്കുന്ന ഒരു ഡിക്ലറേഷൻ ആണെന്നുള്ള കാര്യം നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ദെൻ വിച്ച് ആക്ട് ഫെസിലിറ്റേറ്റ് മെർജർ ഓഫ് ട്രാവൻകൂർ ആൻഡ് കൊച്ചിൻ ഇൻ ടു തിരുക്കൊച്ചി? തിരുക്കൊച്ചി എന്നുണ്ടായത് 1949. ഇത് ക്ലാസ് റൂമിൽ പഠിപ്പിച്ചതാ. അത് പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉത്തരം ഈസി ആയിട്ട് കിട്ടാൻ വേണ്ടി പറ്റും. ഓപ്ഷൻ ഡി. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ. വിച്ച് പ്രോമിനന്റ് കോൺഗ്രസ് ലീഡർ പ്ലേഡ് എ കീ റോൾ ഇൻ മൊബിലൈസിംഗ് ഓപ്പോസിഷൻ അഗൈൻസ്റ്റ് കമ്മ്യൂണിസ്റ്റ് ഗവൺമെന്റ് ഡ്യൂറിംഗ് വിമോചന സമരം? 1ാം വിമോചന സമരത്തിന്റെ സമയത്ത് ഏത് ലീഡർ ഉണ്ടായിരുന്നു? കെ കേളപ്പനാണോ, കരുണാകരനാണോ, ഇന്ദിരാഗാന്ധിയാണോ? ഇവരൊക്കെ ഇവിടെ ഉണ്ടായിരുന്നോ എന്ന് നോക്കിയിട്ട് ഉത്തരം പട്ടം താവണപ്പിള്ളക്ക് കൊടുക്കുക. പക്ഷെ പട്ടം താവണപ്പിള്ള അന്ന് PSP ലീഡർ ആണ്. അതുകൊണ്ട് കോൺഗ്രസ് ലീഡറാണ് ചോദിച്ചിരിക്കുന്നത്. കെ കേളപ്പൻ പറഞ്ഞു കഴിഞ്ഞാൽ കെ കേളപ്പൻ അന്ന് കോൺഗ്രസ് വിട്ട് പോയിട്ടുമുണ്ട്. അപ്പൊ ഈ ക്വസ്റ്റ്യനിൽ ചെറിയൊരു കൺഫ്യൂഷൻ ഉണ്ട്. അതുകൊണ്ട് 59ാമത്തെ ക്വസ്റ്റ്യനിൽ നിങ്ങൾക്ക് എന്ത് തോന്നുന്നു എന്നുള്ളതൊന്ന് കമന്റ് ചെയ്തേ. നിങ്ങളൊന്ന് കമന്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക കേട്ടോ. 59ാമത്തെ ക്വസ്റ്റ്യനിൽ ചെറിയൊരു കൺഫ്യൂഷൻ ഉണ്ട്. അടുത്തത്. വിച്ച് ആക്ട് ഇൻട്രൊഡ്യൂസ് ബൈ EMS നമ്പൂതിരിപ്പാടിന്റെ മിനിസ്ട്രി? 2 മിനിസ്ട്രി ഉണ്ടായിരുന്നു അല്ലേ? ഒന്ന് 1957 to 59, രണ്ടാമത്തത് 1967 to 69. ഈ രണ്ടാമൊരു മിനിസ്ട്രിയിൽ ഹിന്ദു ടെമ്പിൾസിന്റെ അഡ്മിനിസ്ട്രേഷനുമായി ബന്ധപ്പെട്ടുള്ള റിഫോംസ് കൊണ്ടുവന്നിട്ടുള്ള നിയമം ഏതാണ്? ഉത്തരം വരുന്നത് ഇത് കേരള ടെമ്പിൾ പ്രൊക്ലമേഷൻ അല്ലല്ലോ. ഇത് ട്രാവൻകൂർ കൊച്ചിൻ അല്ലേ? അതുമല്ല. ഓപ്ഷൻ ഡി ആണ് ഉത്തരം വരുന്നത്. കേരള ഹിന്ദു റിലീജിയസ് ചാരിറ്റബിൾ എൻഡോവ്മെന്റ് ആക്ട് എന്ന് പറയുന്നത് ഡി ആണ്. ഇത് ഞാനൊരു മീഡിയം ടൈപ്പ് ക്വസ്റ്റ്യൻ ഇടുന്നത് കാരണം 2 നിങ്ങൾക്ക് ഈസിലി എലിമിനേറ്റ് ചെയ്യാൻ പറ്റുന്നതുകൊണ്ട്. ഒബ്ജക്റ്റീവ് റെസൊല്യൂഷനുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻ ആണ് 61ാമത്തെ ക്വസ്റ്റ്യൻ. 61ാമത്തെ ക്വസ്റ്റ്യനിൽ ഒബ്ജക്റ്റീവ് റെസൊല്യൂഷൻ എന്താണ്? നേരത്തെ ഇങ്ങനെ ചോദിക്കാൻ പാടില്ല. ഈ ചോദ്യത്തിന്റെ തീം തന്നെ പൊളിറ്റിയെ സംബന്ധിച്ചിടത്തോളം തെറ്റായിട്ടുള്ള ഒരു കോൺസെപ്റ്റ് ആണ്. കാരണം ഒബ്ജക്റ്റീവ് റെസൊല്യൂഷൻ എന്ന് പറയുന്നത് ഇന്ത്യയുടെ പ്രിയാമ്പിള് ആയിട്ട് അത് പിന്നീട് എടുത്തു എന്നുള്ളതാണ്. ഒബ്ജക്റ്റീവ് റെസൊല്യൂഷനിലൂടെ ഇന്ത്യ എങ്ങനെ ആയിരിക്കണം എന്ന് ചില ആശയങ്ങൾ പറയുന്നുണ്ടെന്ന് മാത്രം. അതിൽ പരിപൂർണമായിട്ട് ചില കാര്യങ്ങൾ പറയുന്നില്ല. നമുക്ക് സോവറിൻ, സോഷ്യലിസ്റ്റ്, ഡെമോക്രാറ്റിക്, റിപ്പബ്ലിക് എന്ന് പറയുന്നുണ്ട്. ഇതിൽ ചില ആശയങ്ങൾ, ഫോർ എക്സാമ്പിൾ സോഷ്യലിസ്റ്റ് പോലുള്ള ചില ആശയങ്ങളൊക്കെ പിൽക്കാലഘട്ടത്തിലാണ് ആഡ് ചെയ്യപ്പെടുന്നത്.
അപ്പൊ ഈ ചോദ്യം പരിപൂർണ്ണമാണെന്ന് വെച്ച് കഴിഞ്ഞാൽ പരിപൂർണ്ണ അല്ല. പക്ഷെ ഇതിലും നമുക്ക് ബെസ്റ്റ് ഓപ്ഷൻ എടുക്കാൻ പറ്റുന്നത് ഓപ്ഷൻ എ തന്നെയാണ് ബെസ്റ്റ് എടുക്കാൻ പറ്റുന്നത്. പക്ഷെ ഇതിൽ കീ മാറാൻ ചാൻസ് ഉണ്ട് കേട്ടോ. 61ാമത്തെ ക്വസ്റ്റ്യനിൽ കീ മാറാൻ സാധ്യത കാണുന്നുണ്ട്. ഞാൻ പറഞ്ഞില്ലേ, ഏറ്റവും പ്രധാനപ്പെട്ട പോസിബിലിറ്റി വെച്ചിട്ടാണ് ഞാൻ ഈ ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്യുന്നത്. അതൊന്ന് അറിഞ്ഞിരിക്കുക. 62ാമത്തെ ക്വസ്റ്റ്യൻ, ദ ഗ്രീൻ ആൻഡ് വൈറ്റ് റവല്യൂഷൻ ഇന്ത്യൻ എക്കണോമിക് ഡെവലപ്മെന്റിൽ ടേണിംഗ് പോയിന്റ് ആയിരുന്നു. ആരാണ് ഇതിന് തുടക്കം കുറിച്ചത്? ഉത്തരം ലാൽ ബഹാദൂർ ശാസ്ത്രിയാണ് കേട്ടോ ഉത്തരം വരുന്നത്. ഓപ്ഷൻ ബി ആണ് വരുന്നത്. നെഹ്റു 1964 മരിച്ചില്ല. അതിനുശേഷമല്ല ഗ്രീൻ റവല്യൂഷനും വൈറ്റ് റവല്യൂഷനും ഒക്കെ വരുന്നത്. പിന്നെ ഇന്ദിരാഗാന്ധി ഉണ്ട്, മൊറാർജി ദേശായി ഉണ്ട്. ബഹാദൂർ ശാസ്ത്രിയാണ് വരുന്നത്. 63ാമത്തെ ക്വസ്റ്റ്യൻ വളരെ ഈസിയാണ്, നമ്മൾ ഡിസ്കസ് ചെയ്താണ്. ഒരു ഡീറ്റെയിൽഡ് ഡിസ്കഷൻ തന്നെ നമ്മൾ റിസർവേഷന്റെ ഹിസ്റ്ററി മാത്രം ക്ലാസ് റൂമിൽ ഡിസ്കസ് ചെയ്താണ്. മണ്ഡൽ കമ്മീഷൻ എന്തിനാ അപ്പോയിന്റ് ചെയ്തത്? ടു ഐഡന്റിഫൈ ദ സോഷ്യലി ആൻഡ് എഡ്യൂക്കേഷണലി ബാക്ക്വേർഡ് ക്ലാസ്സസ് ആണ്. എക്കണോമിക്കലി അല്ല, എഡ്യൂക്കേഷണലി ആണ്. സോ ആൻസർ വിൽ ബി ഓപ്ഷൻ എ. ക്ലാസ് റൂമിൽ ഡിസ്കസ് ചെയ്തതാണ്. ഇനി PSCക്ക് എത്തിയിട്ടുള്ള മറ്റൊരു തെറ്റ് പറഞ്ഞുതരാം. ഇവിടെ 56ാമത്തെ ക്വസ്റ്റ്യനിൽ മിസ്റ്റേക്ക് ഉണ്ടെന്ന് പറഞ്ഞില്ലേ, എന്ന പോലെ മറ്റൊരു മിസ്റ്റേക്ക് ആണ് ഇത്. 64ാമത്തെ ഇവർ കൊടുത്തിരിക്കുന്നത് ബിസ്താപ്പൻ ബിർദി ജൻ മാഞ്ച് എന്നൊക്കെയാണ് കൊടുത്തിരിക്കുന്നത്. ഓക്കെ, ആക്ച്വലി ഇത് ബിസ്താപ്പൻ BBJM എന്നുള്ളതിന് പകരം VVJM എന്ന് പറയുന്ന ഒരു സംഗതിയാണ്. ഒഡീഷയിൽ 2006 മുതൽക്ക് ട്രൈബൽസ് നടത്തിയിട്ടുണ്ടായിരുന്ന ഒരു ഇൻഡസ്ട്രിക്ക് എതിരായിട്ടുള്ള ഒരു സമരത്തെയാണ് BBJM എന്ന് പറയുന്നത്. ഓക്കെ, ആ ബി മാറ്റിട്ട് വി വായിച്ചിരിക്കേ, വിഷ്താപൻ വിരോധി എന്നൊക്കെയാണ്. ഇത് ബിർദി എന്നൊക്കെ എഴുതിയിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് ക്വസ്റ്റ്യൻ ക്ലാരിറ്റിയിൽ 64 ഇഷ്യൂ ഉണ്ട്. ക്വസ്റ്റ്യൻ ക്ലാരിറ്റിയിൽ PSC നടത്തിയിട്ടുള്ളതിൽ ഇഷ്യൂ ഉണ്ട്. 64ാമത്തതും കൃത്യമായിട്ടല്ല അവർ കമ്മ്യൂണിക്കേറ്റ് ചെയ്തത്. പക്ഷെ ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ്. പക്ഷെ ക്വസ്റ്റ്യനിൽ ക്ലാരിറ്റി ഇഷ്യൂ ഉണ്ട് എന്നുള്ള കാര്യം കൂടി ഒന്ന് ശ്രദ്ധിക്കുക. അപ്പൊ ഇന്ന് എത്ര ക്വസ്റ്റ്യൻ ക്ലാരിറ്റി ഇഷ്യൂസ് ഉണ്ട്? ഒന്ന് 64 പറഞ്ഞു, രണ്ടാമത്തത് 59 പറഞ്ഞു, 56 പറഞ്ഞു. 3 ക്വസ്റ്റ്യൻസിൽ ഒരു ഇഷ്യൂ കാണുന്നുണ്ട് കേട്ടോ. എന്റെ അഭിപ്രായമാണ്. നിങ്ങൾക്ക് അതിനോട് വിയോജിപ്പുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കോമന്റ് ആയിട്ട് രേഖപ്പെടുത്തിക്കോളൂ, ഒരു പ്രശ്നമില്ല. 65ാമത്തെ കമ്മീഷൻ ജസ്റ്റിസ് ലിബ്രഹാൻ കമ്മീഷൻ. ഒന്നുമില്ല, അയോധ്യയുമായി ബന്ധപ്പെട്ട ഇഷ്യൂ ആണ്. രാം ജന്മഭൂമി കേസുമായി ബന്ധപ്പെട്ടുള്ള കമ്മീഷനാണ് കേട്ടോ, ഒന്ന് അറിഞ്ഞിരിക്കുക. പിന്നെ 66ാമത്തെ ക്വസ്റ്റ്യൻ എനിക്ക് ഉത്തരം കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. ഊത്തിയോ റൂഥിനെ നവനെ സിദ്ധൻ എന്ന് പറയുന്നത് എന്താണ്, എവിടെയാണ്, ഏത് മെഡിസിനുമായി ബന്ധപ്പെട്ടിട്ടാണ് പറയുന്നത് എനിക്ക് അറിയില്ല. നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയുമെങ്കിൽ കമന്റ് ചെയ്തോളൂ, ഒരു പ്രശ്നമില്ല. എനിക്ക് ഇതിന്റെ ഉത്തരം അറിയില്ല, ഞാനത് സ്കിപ്പ് ചെയ്യാണ്. എനിക്കറിയാൻ മേല. ഓക്കെ, എനിക്ക് അതിന്റെ റെഫറൻസും കാര്യങ്ങളും കിട്ടിയിട്ടുമില്ല, അറിയാനും പറ്റിയിട്ടില്ല. ഇനി സൗത്ത് ഇന്ത്യൻ മെഗാലിത്തിന്റെ പ്രത്യേകത എന്താ? അയേൺ ഉണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രത്യേകത. കുതിര ഇല്ല എന്നുള്ളതാണ് മറ്റേ പ്രത്യേകത. ഹോസ് ഒഴിവാക്കിക്ക്, കുതിര ഉണ്ടെന്ന് അയേൺ ഉണ്ടെന്ന് കണ്ടെത്തിക്കോ. സോ ആൻസർ വിൽ ബി സി ആണ് ഉത്തരം കേട്ടോ. ഈസി ക്വസ്റ്റ്യൻ ആണ്. ഇതും ഒരു മീഡിയം ക്വസ്റ്റ്യൻ ആക്കി വെച്ചോ. കുറച്ച് വാർത്തകളൊക്കെ നോക്കുന്ന ആൾക്കാർക്ക് കിട്ടുന്ന ഉത്തരമാണ്. ചോള സോൾജർമാർ 2 വിഭാഗത്തിലുണ്ടായിരുന്നു, കൈക്കോളറും നാട്ടുപടയും. ഇതും ഒരു ഈസി ക്വസ്റ്റ്യൻ കാറ്റഗറിയിൽ വരുന്ന ഒന്നാണ്. ചോള സോൾജർമാരുടെ കാറ്റഗറി എന്ന് പറയുന്നത്, ചോള സോൾജേഴ്സിന്റെ കാറ്റഗറി. 69 ഇത് ഈ 69ാമത്തെ ക്വസ്റ്റ്യൻ കുറച്ച് ടഫ് ക്വസ്റ്റ്യൻ ആണ്. ഇതും വേണമെങ്കിൽ നിങ്ങൾക്ക് ചലഞ്ച് ചെയ്യാം. നീതിസാര മുക്താവലി സകല നീതി സമ്മതമോ എന്നുള്ളതാണ് ഈ ബുക്കിന്റെ പേര്. ഇത് കൊടുത്തിരിക്കുന്നുണ്ടല്ലോ, ഒറ്റയടിക്ക് കൊടുത്തേക്കുക. അങ്ങനെ ചില ബുക്കുകൾ കൊടുക്കാൻ പാടില്ല എന്നുള്ള ഹൈഫൺ ഇടണം. ഏത് ഡൈനാസ്റ്റിയെ കുറിച്ചാണ് പറയുന്നത് എന്നുള്ളതാണ്. ആക്ച്വലി ഇത് തെലുഗു നാട്ടിലുള്ള ഒരു ബുക്കാണ്, തെലുഗു നാട്ടിൽ എഴുതിയിട്ടുള്ള വർക്കാണ്. അപ്പൊ ബാമണി കിങ്ഡത്തെ കുറിച്ചല്ല, കാരണം ബാമണി കിങ്ഡത്തിന്റെ ഒരു തെലുഗു വർക്കായിട്ട് വരാൻ ചാൻസ് ഇല്ല. പേർഷ്യനൊക്കെ വരുള്ളൂ, അല്ലെങ്കിൽ ഉറുദു വരുള്ളൂ. ഹോയ്സാല കർണാടകത്തിന്റെ ഭാഗത്താണ്, അങ്ങനെ വരില്ല. കാക്കഡിയാസിന് ഒരു സാധ്യതയുണ്ട്, വിജയനഗര സാധ്യതയുണ്ട്. ഇതിൽ ബെസ്റ്റ് ആൻസർ വരാൻ ചാൻസ് ഉള്ളത് സി ആണ്. അതും അതിൽ തന്നെ കൺഫ്യൂഷൻ ഉണ്ട്. കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ ഇത് എഴുതിയിരിക്കുന്നത് മറ്റൊരു നായകാസ് എന്ന് പറയുന്ന മറ്റൊരു ഡൈനാസ്റ്റിക്ക് വേണ്ടിയിട്ടുള്ള ഒരു എഴുത്താണ് എഴുതിയിരിക്കുന്നത്. ഞാൻ അത് ജസ്റ്റ് റെഫർ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഗുരിജാല നായകാസ് എന്ന് പറയുന്നത്, ഗുരിജാല നായക എന്ന് പറയുന്നവർക്ക് ഡൈനാസ്റ്റിയിൽ ഉണ്ടായിരുന്ന വ്യക്തിയാണ് ഇതിന്റെ ഓഥർ ആയിട്ടുണ്ടായിരുന്ന വ്യക്തി. അപ്പൊ അതുകൊണ്ട് ഇതിന്റെ ബെസ്റ്റ് ആൻസർ വരാൻ ഒരു ചാൻസ് ഉള്ള വിജയനഗര എന്ന് പറയുന്ന ഒരു ഡൈനാസ്റ്റിയെ കുറിച്ച് ആകാൻ സാധ്യതയുണ്ട്, അല്ലെങ്കിൽ കാക്കഡിയാസ് ആയിരിക്കും വരിക. നിങ്ങൾ എന്തായാലും അതൊന്ന് ഒഫീഷ്യൽ കീ വരെ ഒന്ന് വെയിറ്റ് ചെയ്യണം അതിൻ്റെ ഇത് കേട്ടോ, കാരണം ഇത് കുറച്ച് ടഫ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ദെൻ യമുനാചാര്യ അൽവാറാണ്, വൈഷ്ണവ ഫോളോവർ ആണ്. അദ്ദേഹം ഏത് സ്കൂളിലാണ്? വിശിഷ്ടാദ്വൈത സ്കൂളിൽ പെട്ടിട്ടുണ്ടായിരുന്നു. രാമാനുജന്റെ പിൻഗാമിയായിട്ട് വരുന്ന ഒരു വ്യക്തിയാണ് വിശിഷ്ടാദ്വൈത കേട്ടോ. ആ കാര്യത്തിൽ ഒന്ന് അറിഞ്ഞിരിക്കുക, യമുനാചാര്യ എന്നുള്ളത്. ഇത് ഒരു മീഡിയം ടൈപ്പ് ക്വസ്റ്റ്യൻ ആയിട്ട് നിങ്ങൾക്ക് പരിഗണിക്കുകയും ചെയ്യാം. അപ്പൊ 70 ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ഇതിൽ ഏകദേശം എന്ത് ചെയ്യേണ്ടത്, ഞാൻ പറഞ്ഞ പോലെ ഒരു 3 ക്വസ്റ്റ്യൻസിൽ ഒരു എറർ കാണുന്നുണ്ട്.
എറർ ആയിട്ടല്ല, ഒരു മിസ്റ്റേക്കുകളും കുറച്ച് പോരായ്മകളായിട്ട് കാണുന്നുണ്ട്. ചില ക്വസ്റ്റ്യൻസിന്റെ ഇപ്പോൾ 66 ക്വസ്റ്റ്യന്റെ ഉത്തരം എനിക്ക് കിട്ടിയിട്ടില്ല. അതേ സമയത്ത് നമ്മൾ ഈ ഒരു ഡിസ്കഷന്റെ ഭാഗമായിട്ട് മാത്രം നമുക്ക് ഏകദേശം എത്ര ഈസി ക്വസ്റ്റ്യൻസ് ഉണ്ട് നോക്കുവാണെങ്കിൽ ഇവിടെ 1 2 3 4 5 6 7 8 9 10 11 12 13 14 15 16 16 ബാക്കി എഴുതിയിട്ടില്ല, 17 18 19 20 ക്വസ്റ്റ്യൻസ് ഇവിടെ ഈസി ആയിട്ടുണ്ട്. അതായത് നമ്മുടെ കഴിഞ്ഞ ഡിസ്കഷനിൽ ഉണ്ടായിരുന്നത് 26 ക്വസ്റ്റ്യൻ ഔട്ട് ഓഫ് 35 ഈസി ആയിട്ടുണ്ടായിരുന്നു. ഇപ്രാവശ്യത്തിൽ 20 ഔട്ട് ഓഫ് 35 ഈസിയാണ്. ഇതിൽ തന്നെ 3 ക്വസ്റ്റ്യൻസിന് ചെറിയ മിസ്റ്റേക്കുകൾ കാണുന്നുണ്ട്, ചിലതിന്റെ ഉത്തരം കിട്ടിയിട്ടില്ല. ഓക്കെ, അപ്പൊ 46ഓളം ക്വസ്റ്റ്യൻസ് ഇപ്പൊ ഈസി ആയിട്ടുണ്ടെന്ന് അർത്ഥം. അടുത്ത നമുക്കിപ്പോ ഇനി ഒരു 30 ക്വസ്റ്റ്യൻസ് കൂടെ എന്ത് ചെയ്യാനുണ്ട്, ഡിസ്കസ് ചെയ്യാനുണ്ട് ജനറൽ പേപ്പർ ബേസ് ചെയ്തിട്ട്. അപ്പൊ അതുകൂടെ നോക്കുന്ന സമയത്തായിരിക്കും നമുക്ക് ഏകദേശം എത്ര ഈസി ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നുള്ള ഒരു തിരിച്ചറിവ് പക്ക കിട്ടുള്ളൂ. ഓക്കെ, അതായത് ഇപ്പൊ ഏകദേശം 50% ക്വസ്റ്റ്യൻസ് ഈസി ആയിട്ട് മാറിയിട്ടുണ്ടെന്ന് അർത്ഥം. 46 70 ഫൈൻ. അപ്പൊ കട്ട് ഓഫ് കുറച്ച് അതിനനുസരിച്ചായിരിക്കും വരിക. ആ കാര്യം ഒന്ന് ശ്രദ്ധിക്കുക. കൂടുതൽ ഇപ്പൊ പ്രഡിക്റ്റ് ചെയ്യുന്നില്ല, ബാക്കി ഡിസ്കഷനോടെ കഴിഞ്ഞിട്ട് നമുക്ക് എന്ത് ചെയ്യാം, പ്രഡിക്ഷനിലോട്ട് വരാം എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. ഇനി നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ള എന്താണ്, ജനറൽ പേപ്പറിന്റെ കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ്. ദാറ്റ് വി ക്യാൻ ഡിസ്കസ് ലേറ്റർ ഇൻ അനദർ പെർട്ടിക്കുലർ സെഷൻ. ഓക്കെ, താങ്ക് യു. നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായങ്ങളോ കമന്റോ ഉണ്ടെങ്കിൽ അറിയിക്കുക കേട്ടോ. തീർച്ചയായിട്ടും അത് പരിഗണിക്കാൻ വേണ്ടി ശ്രമിക്കുന്നതായിരിക്കും.